ദേശീയ വാർത്തകളിലേക്ക്. ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും ഏറ്റുമുട്ടിയതിന് പിന്നാലെ നിങ്ങൾക്ക് ആ വൈറ്റ് ഹൗസിൽ രംഗം ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംവാദമായിരുന്നു അത്. അമേരിക്കയിലെയും മറ്റുള്ള ലോക വാർത്താ മാധ്യമങ്ങൾ നോക്കി നിൽക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ വൊളോഡിമർ സെലൻസ്കിയും തിരുത്തിയിട്ടുണ്ട്. വൊളോഡിമർ സെലൻസ്കിയും നേരിട്ട് ഏറ്റുമുട്ടി എന്നുള്ളതാണ്. മാത്രമല്ല, പറയാനുള്ള കാര്യങ്ങളൊക്കെ സെലൻസ്കി നല്ല കൃത്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മുഖത്തൂക്കി പറഞ്ഞു. അതിനിടയിൽ അമേരിക്കൻ ഉപരാഷ്ട്രപതി പറയുന്നുണ്ടായിരുന്നു, വൈറ്റ് ഹൗസിൽ വന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ അപമാനിക്കരുത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സംവാദം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹീറോയിസം കുറച്ചുകൂടി ഉയർന്നോ യുക്രൈൻ പ്രസിഡന്റ് എന്നുകൂടി സംശയിക്കാം. എന്തായാലും ഈ സംവാദത്തിന് പിന്നാലെ യുക്രൈനിലേക്കുള്ള സൈനിക സഹായം അമേരിക്ക നിർത്തിവെച്ചു. യുക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യത അകലെയാണെന്നാണ് സെലൻസ്കി പറയുന്നത്. വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ജെയിംസിന് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു എസ്കേൻ. ഇന്നലെ എവിടെയോ മഞ്ഞുകൊണ്ട് നടക്കുന്നു ആരോ പറയുന്നത് കേട്ടു. ഇല്ല, ഞാൻ എന്റെ നാട്ടിലൊന്ന് പോയിരുന്നു, കൊമ്പടി ഞാമാക്കലിലെ മഞ്ഞുപാളികൾ അടർന്നു വീണ് പി ജെയിംസിന് പരിക്കേറ്റില്ല എന്നാണ് ആൾക്കാർ. മഞ്ഞുപാളി ഇല്ല, നല്ല ചൂടാണ് എസ്കേൻ, നല്ല ചൂടാണ്. പറയൂ പി ജെയിംസ്, നമ്മൾ സെലൻസ്കിയുടെ കാര്യം. എന്തായാലും ഉക്രൈൻ യുദ്ധം അടുത്തൊന്നും തീരാൻ സാധ്യതയില്ലെന്നാണ് വൊളോഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായിരിക്കുന്ന വലിയ സംഭവവാസം എന്തായാലും അമേരിക്ക യുക്രൈനുള്ള സൈനിക സഹായം, ആയുധങ്ങൾ നൽകുന്നതടക്കം നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്ന ഒരു പക്ഷേ യുക്രൈന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങളും സാമ്പത്തിക സഹായവും സൈനിക സഹായവും യുദ്ധവിമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് അമേരിക്കയിൽ നിന്നാണ്, ഒറ്റ രാജ്യമെന്ന നിലയിൽ. പക്ഷേ യൂറോപ്പ് മൊത്തത്തിലെടുക്കുമ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ സഹായം കൊടുത്തുകൊണ്ടിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായം കൊടുത്തുകൊണ്ടിരുന്നത്. അവർ പക്ഷേ സെലൻസ്കിയുടെ പക്ഷത്തും ഉക്രൈൻ്റെ പക്ഷത്തും ഉറച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും തമ്മിൽ ടു വേൾഡ്, രണ്ട് ലോകങ്ങളായി പിരിഞ്ഞിരിക്കുന്നു. 1949 ശേഷം ഇതാദ്യമായിട്ടായിരിക്കും ആ തരത്തിലൊരു വലിയ പ്രതിസന്ധി യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് യുദ്ധം തീരാനുള്ള സാധ്യത വളരെ അകലെയാണ്. ഉടനെ തന്നെ ട്രംപിൻ്റെ മറുപടി പറഞ്ഞു. സെലൻസ്കിയെ കുറ്റപ്പെടുത്തി. സെലൻസ്കി സമാധാനമാണ് സംസാരിക്കേണ്ടത്, സമാധാനം സംസാരിക്കാതെ ഇനി ആയുധം തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധവും സമാധാനവും, ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇതുള്ളത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന പറഞ്ഞ് വന്നിട്ട് മാസം 2 കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്നും തീരുന്ന പ്രശ്നം ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്ന് മാത്രമല്ല, എസ് കെ എം പറഞ്ഞ പോലെ അമേരിക്കയിലെത്തി വൈറ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഓവൽ ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ ഒപ്പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സെലൻസ്കി പഴയ സെലൻസ്കി അല്ല. 3 വർഷം മൈറ്റി റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത് യുദ്ധനായകനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാൾക്ക് അങ്ങനെ ഒരു ജനതയെ കീഴ്പ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. വിയറ്റ്നാമിൽ ഹോജിമിൻ നടത്തിയ പോലുള്ളൊരു ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെലൻസ്കി. അപ്പോൾ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ റഷ്യയുടെ മുമ്പിൽ കീഴടങ്ങാൻ പറ്റില്ല, റഷ്യ ടെററിസ്റ്റാണ്, റഷ്യ ഒരു തരത്തിലും പുടിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. പല തവണ അദ്ദേഹം നൽകിയ ഉറപ്പുകൾ ലംഘിച്ച ആളാണ്. ആ തരത്തിൽ പറഞ്ഞ് അദ്ദേഹത്തെ ഏതാണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറക്കി വിടുകയായിരുന്നു. ഉടനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സപ്പോർട്ടുമായിട്ട് വന്നു. അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആദ്യം രംഗത്ത് വന്നു. യൂറോപ്യൻ യൂണിയന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ എൻ ബ്ലോക്കായിട്ട് യൂറോപ്പ് പിന്തുണ പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഹംഗറിയും അതുപോലെ തന്നെ ഇറ്റലിയും മാത്രമാണ് മാറിയുന്നത്. അവർ രണ്ടുപേരും റൈറ്റിസ്റ്റ് ട്രംപ് അനുകൂലികളാണ്. അത് മാറ്റി നിർത്തിയാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അദ്ദേഹത്തിനും സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നത്. സെലൻസ്കി ഇവിടെ ഇതിനെതിരെ ട്രംപും രംഗത്ത് വന്നിരിക്കുന്നു. എസ് കെ രഞ്ജിത് കുമാർ പറയുകയാണേ, പി പി ഒന്ന് ഓടിവായോ ആരേലും ഇടയ്ക്ക് ലൈവ് വരുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ എസ് കെ പി സ്റ്റിക്കാക്കും എന്നാണ് പറയുന്നത്. കാര്യം ആരെങ്കിലും ലൈവ് വരുന്ന പേടി ആൾക്കാർക്കുണ്ട്. പി ജെയിംസ്, നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ച് വഷളായി, വീണ്ടും വെന്റിലേറ്ററിലേക്ക് ഇട്ടു എന്നുള്ള രീതിയിൽ, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വത്തിക്കാനിൽ ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ എൻ ഒരു ആരോഗ്യനിലയിൽ നേരത്തെ ഒരു പുരോഗതി കാണിച്ചിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസ്ഥ വീണ്ടും ഗുരുതരമായി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, പോസ്റ്റ് ക്രിട്ടിക്കൽ. പക്ഷെ അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ മറ്റേ കഫം വന്ന് അടിഞ്ഞ് അത് നീക്കം ചെയ്യാൻ ബ്രോങ്കിയോസ്കോപ്പി നടത്തേണ്ടി വന്നു. ബ്രോങ്കിയോസ്കോപ്പി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസം നൽകുക. അപ്പോൾ അതുകൊണ്ട് ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ബ്രോങ്കിയോസ്കോപ്പി നടത്തിയത്. കഫം എടുത്തു കളഞ്ഞു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്ന ഒരു കാര്യം,
ഇക്കാര്യത്തിൽ സ്വന്തമായിട്ട് മസിൽസ് പ്രവർത്തിച്ച് ഈ കഫം പുറന്തള്ളാനുള്ള കഴിവ് മാർപ്പാപ്പയുടെ ലങ്സിന് അല്ലെങ്കിൽ ശ്വാസകോശത്തിന് ഏതാണ്ട് നഷ്ടമാവുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഇനിയും കഫം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബ്രോങ്കിയോസ്കോപ്പി നടത്തിയത് കളയേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന് തന്നെയാണ് സൂചന. അപ്പോൾ അതുകൊണ്ട് 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേഡ് എന്നുള്ള തരത്തിലാണ്. ഒരു സ്റ്റെപ്പ് പുരോഗതി ഉണ്ടായാൽ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നു. അപ്പോൾ 88-ാമത്തെ വയസ്സാണ്. ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം 21-ാം വയസ്സിൽ രോഗം അണുബാധയുണ്ടായി എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. SKN അത് തുറന്ന് പറയണം തന്നെ എന്ന് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി പുരോഗതിയുണ്ട് എന്ന് പറയേണ്ട. എന്താണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് ലോകത്തോട് പറയുക. ലോകത്തിന് വലിയ ആശങ്കയുണ്ട്. കാരണം ഈ യുക്രൈൻ യുദ്ധത്തിനും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനുമെതിരെയൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ തോൽക്കുന്നവൻ്റെ പക്ഷത്ത് നിന്ന് അവന് വേണ്ടി വാദിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മൈഗ്രൻസ് ആയിട്ടുള്ള കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ പോരാടുകയും ചെയ്യുന്നൊരു മാർപ്പാപ്പയാണ്. അതുകൊണ്ട് പാവങ്ങളുടെ മാർപ്പാപ്പ. അപ്പോൾ പ്രായത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനകോടികളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശമാവുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് ജനം കാണുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. നമുക്കിനി വിദേശ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം.